ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നന്ദി ഒരു ബറോട്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നന്ദിയാണ് ഇന്നത്തെ ഫുൾ ഇത്. അപ്പോൾ നന്ദി ബറോട്ട ഉണ്ടാക്കാൻ പോവാണ്. ഒരു പാത്രത്തിൻ്റെ അകത്ത് അവനെന്താ ഉപ്പിട്ടു, പിന്നെ അതിൻ്റെ അകത്തോട്ട് അവൻ പഞ്ചസാരയാണ് ഇടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ബറോട്ട ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. നന്ദിക്കാണ് കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ക്രേസ് ഉള്ളത്. പിന്നെ നന്ദി അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചു, പിന്നെ പാലൊഴിച്ചായിരുന്നു. ഇതിൻ്റെ ഒന്നും അളവറിയത്തില്ല. നമ്മുടെ ആ ഒരു നമുക്കൊരു ഇത് കാണുമല്ലോ, ആ ഒരു ഇതിൽ വേണം. പിന്നെ നന്ദി മൈദ ഇട്ടു, നമ്മുടെ മെയിൻ സാധനമാണ്. അവൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത്, ഞാൻ ചോദിച്ചു നന്ദി ഇതിൻ്റെ അകത്ത് മുട്ട ഇടണേന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അതിൻ്റെ അകത്ത് മുട്ടയൊന്നും ഇടേണ്ട ആവശ്യമില്ല എന്ന്. അപ്പം നന്ദി മൈദയൊക്കെ ഇട്ടു. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അവനിങ്ങനെ ആ ഒരു പരുവത്തിലൊക്കെ ആക്കി എടുത്ത്, എന്നിട്ട് അവൻ മിക്സിങ് ആണ്. ഇവൻ സത്യം പറഞ്ഞാൽ മിക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കും. ബാക്കി എല്ലാത്തിനും കുറച്ച് ക്ലിപ്പും മിക്സ് ചെയ്യുന്നതിന് മാത്രം കുറേ നേരം ഞാൻ അങ്ങ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കൂടുതൽ നേരം ഇത് മിക്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും, വീണ്ടും എടുത്ത് മിക്സ് ചെയ്യും, വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും, വീണ്ടും എടുത്ത് മിക്സ് ചെയ്യും. അങ്ങനെയാണ് അവൻ മിക്സ് ചെയ്തിട്ട് അവൻ ഇങ്ങനെ അത് റെഡിയായോ എന്ന് ഇങ്ങനെയാണ് നോക്കുന്നത്. ഇതിൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ മാവ് ഇങ്ങനെ എടുത്ത് നോക്കും, അപ്പം നമുക്ക് മനസ്സിലാവും റെഡിയാവോ ഇല്ലേന്ന്. പക്ഷെ ഇതിപ്പോൾ റെഡി ആയിട്ടില്ല എന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ അവനിങ്ങനെ ഇതാണ് അവനിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അത് വീഡിയോ എടുക്ക് ബാക്കിയൊന്നും വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല, ഇത് വീഡിയോ ഇടുന്നാണ് പറയുന്നത്. കാര്യം മിക്സിങ് ആണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്നാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു ഇതില്ലേ, ഇപ്പം ഇത് ശരിയായി എന്നാണ് അവൻ പറയുന്നത്. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നാണ് പറയുന്നത്. കണ്ട അവൻ തംസപ്പ് ഒക്കെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ നന്ദി തംസപ്പ് കണ്ടില്ല എന്ന്, അപ്പോൾ ഒന്നുകൂടെ കാണിക്കുകയാണ്. അങ്ങനെ അവൻ്റെ മിക്സിങ് ഒക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ നിന്ന് പറയുന്നത് നന്ദീൻ്റെ വീഡിയോ എടുക്കുമെന്ന്. നന്ദി പറയുന്നു മാവ് ഞാൻ കുഴയ്ക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നു. അപ്പം ഞാൻ ശരിക്കും പിന്നെ ആരെ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് മനസ്സിലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ എടുത്തു. പിന്നെ അവൻ അവിടെ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ വയ്ക്കുകയാണ്. ഇവൻ ഒരു ഭയങ്കര ഇങ്ങനെ ആ മാവിനെ ഇട്ട് ഇങ്ങനെ കുളിപ്പിച്ച് ശരിയാക്കി അങ്ങനെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എത്ര നേരം എടുത്തെന്നറിയാം അവൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ നിന്ന് ഞാൻ തളർന്നുപോയി. അവസാനം പിന്നെ ലാസ്റ്റൊക്കെ അമ്മയാണ് പോയി എടുത്തത്. ഇത് അവൻ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കിയത്, ഫുഡ് കഴിക്കാൻ നേരത്തെ. അപ്പോൾ എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്ത്. എന്നിട്ട് അവൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കുറേ നേരം. ഒരു നനഞ്ഞ കവറിൻ്റെ ഇട്ട് വെച്ചതേ ഇങ്ങനെ ആക്കി വെച്ചു. പിന്നെ ഇപ്പോൾ സ്പീഡിലിട്ട് കാണിക്കുകയാണ്, കാര്യം ഒരുപാട് നേരം ഉണ്ടായിരുന്നു. പിന്നെ അവനത് കട്ട് ചെയ്ത് മാവ് നന്നായിട്ട് കുഴച്ചിട്ട് കട്ട് ചെയ്ത്, സ്പീഡിലിട്ടിട്ട് ഇത്രയും താമസമാണ്. എന്നിട്ട് കട്ട് ചെയ്ത് എന്നിട്ട് ഈ പിച്ചാത്തീൻ്റെ അകത്ത് അവൻ എണ്ണയൊക്കെ തേച്ചായിരുന്നു. ഇങ്ങനെയാണ് ഇനി അത് ബോളാക്കി എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്, ഇതെന്ത് ടെക്നിക്കാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇതിങ്ങനെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് അവൻ ബോളാക്കി വെച്ചിട്ട് വീണ്ടും അവൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതും നനഞ്ഞൊരു തുണിക്കകത്ത് വെച്ചാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. എന്നിട്ട് അവൻ കാണിക്കുകയാണ് ഇത് നല്ല സീനായിട്ട് വന്നിട്ടുണ്ട്, നല്ല മാവൊക്കെയായി സീനാണെന്നൊക്കെ പറയാണ്. കടയിൽ മാമ്മമാർ ഉണ്ടാക്കുന്ന പോലെ അവൻ ഉണ്ടാക്കാനൊക്കെ നോക്കുകയാണ്. അവൻ വീണ്ടും എണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് ഇത് പരത്താനുള്ള ശ്രമമാണ് അവൻ. ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഈ മാവെടുത്ത് ഇങ്ങനെ പരത്തണം. നിങ്ങൾ പരത്തുന്ന കാണും.
അപ്പോൾ അവൻ കുറേ നേരം ഇങ്ങനെ പരത്തിയതിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ പരത്തിയതിന് ശേഷം അവ അവസാനം ഇങ്ങനെ ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ചുറ്റി ആക്കണം. ഇതവ എത്ര ചുറ്റിയിട്ടും ഈ രണ്ടാമത് ചുറ്റിയത് ശരിയായില്ല. അത് കുറേ നേരം ചുറ്റിയിട്ടും അത് ശരിയായതേ ഇല്ല. കണ്ടാ, അങ്ങനെ അവസാനം തറയിൽ അവിടെ വെച്ച് തന്നെ അങ്ങ് ചുറ്റി. എന്നിട്ട് അവ സെറ്റാക്കി അവിടെ വെച്ചു. നന്ദിക്ക് കൂടുതലും ഇങ്ങനെ ഫുട്ബോള്, അതുപോലെ ഇങ്ങനെ കുക്കിങ്, അങ്ങനത്തെ കാര്യങ്ങളോടാണ് കൂടുതലും താല്പര്യം. അല്ലാതെ വേറെ ആ ഒരു സംഭവമൊന്നും ഇല്ല. ഇവന് ഇങ്ങനെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. പിന്നെ ഉള്ളത് അവനിങ്ങനെ കുക്കിങ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എത്ര മടിയാണ്, എത്ര പനി ഉണ്ടെങ്കിലും അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പാടുള്ള കാര്യങ്ങളാണ് അവൻ എടുത്ത് ചെയ്യുന്നത്, ഈ കുക്കിംഗ് ഒക്കെ. അതിൻ്റെ അകത്തൊക്കെ ഈ പൊറോട്ട ഉണ്ടാക്കുക, അതുപോലെ നമ്മളൊക്കെ സിമ്പിളായിട്ട് മാഗി ഉണ്ടാക്കുക, അതല്ലേ. ഇവൻ ഭയങ്കര പാടുള്ള ആയിട്ട് ചിക്കൻ കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെ അവൻ്റെ പൊറോട്ട ഇവിടെ റെഡിയായി. അങ്ങനെ അവസാനം ടേസ്റ്റ് ചെയ്യാണ്. അവൻ ചിക്കനും ബീഫും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് അവൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു. അപ്പം അത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് അവനത് കഴിക്കാൻ പോകുന്നത്, അവൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൊറോട്ടയൊക്കെ നല്ല കടയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അവൻ്റെ വായിലോട്ട് വെച്ചു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് അവൻ്റെ ചിരി കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കടയിൽ ഉണ്ടാക്കുന്ന പോലെ എന്നാണ് അവൻ പറയുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണമെന്നും അവൻ പറഞ്ഞായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് തന്നായിരുന്നു, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ.